നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ മാന്നാറിൽ കല എന്ന 22-കാരിയെ കാണാതായ സംഭവം കൊലപാതകമാണെന്ന് ആരോപിച്ചെടുത്ത കേസിൽ കേരള പോലീസ് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്നു. കല കൊല്ലപ്പെട്ടുവെന്നും മൃതദേഹം കണ്ടെന്നുമുള്ള മൊഴികളല്ലാതെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. വെറുതെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കി കൊടുത്തത് മാത്രം മിച്ചം. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരോ അയച്ച ഊമക്കത്തിന് പിന്നാലെ പോയി പുലിവാല് പിടിക്കുകയാണ് പോലീസ് ചെയ്തത്. നാണക്കേട് ഒഴിവാക്കാനായി ഇസ്രായേലിലുള്ള ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അന്വേഷണം സജീവമാണെന്നും ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നുവെന്നും പറഞ്ഞിട്ട് ആഴ്ചകളായി. തടി തപ്പാനായി പോലീസ് ഇറക്കിയ നമ്പറാണിതെന്നാണ് ഇപ്പോഴത്തെ ആക്ഷേപം. അനിലിനെ നാട്ടിലെത്തിക്കുക അത്ര എളുപ്പമല്ലെന്നും ശാസ്ത്രീയ തെളിവല്ലാതെ ആരെയും നാട് കടത്താൻ അനുമതി കിട്ടില്ലെന്നും നിയമവിദഗ്ധർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്റർപോൾ മുഖേനയാണ് വിദേശത്തുള്ളയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തേണ്ടത്. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയാണ് ആദ്യപടി. അതിന് കൃത്യമായ തെളിവുകൾ വേണം. കുറ്റപത്രം സമർപ്പിക്കണം. വെറും സംശയത്തിന്റെ പേരിൽ ആരെയും അപമാനിക്കാൻ ഇന്റർപോൾ തയ്യാറാകില്ല, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്ത് ജീവിക്കുന്നയാളെ. ഇക്കാര്യം ഇന്റർപോളുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയാം. വേണ്ടത്ര തെളിവുകളില്ലാതെ അയച്ച ഒട്ടേറെ അപേക്ഷകൾ കേന്ദ്രം നിരാകരിച്ചത് അറിയാവുന്ന ക്രൈംബ്രാഞ്ച് ആദ്യം ആലപ്പുഴ പോലീസിന്റെ അപേക്ഷയിൽ കൂടുതൽ വിശദീകരണം തേടി തിരിച്ചയച്ചു. പിന്നീട് കിട്ടിയ വിശദീകരണവും തൃപ്തികരമാകാത്തതിനാൽ വീണ്ടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. കുറ്റപത്രം തയ്യാറാക്കാത്തതിനാൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. തെളിവുകൾ വ്യക്തമാക്കാൻ പണിപെടേണ്ടി വരും. അതുകൊണ്ട് കലയുടെ കേസ് ഇപ്പോഴും സെപ്റ്റിക് ടാങ്കിന് പുറത്തേക്ക് കൊണ്ടുവരാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. കല കൊല്ലപ്പെട്ടു എന്നതിന് ശാസ്ത്രീയ തെളിവൊന്നുമില്ല. ഫോറൻസിക് സംഘം പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല. മൃതദേഹം പോലും കണ്ടെത്തുന്നതിന് മുമ്പ് കൊല്ലപ്പെട്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയും ചെയ്തു. ഇന്റർപോളിന് എന്ത് തെളിവ് നൽകുമെന്ന ചോദ്യം കേരള പോലീസിനെ കുഴപ്പിച്ചിരിക്കുകയാണ്. തുടരന്വേഷണത്തിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാൽ അവയും ചേർത്ത് അപേക്ഷ നൽകാൻ നിർദ്ദേശിച്ചാണ് ആലപ്പുഴയിൽ നിന്നുള്ള അപേക്ഷ ക്രൈംബ്രാഞ്ച് തിരിച്ചയച്ചത്. മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താതെ ഒരു കൊലക്കേസും കോടതിയിൽ എത്തിക്കാനാകില്ല. അങ്ങനെ നോക്കിയാൽ ഈ കേസിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം തയ്യാറാക്കുമെന്നതാണ് ഏറ്റവും കുഴപ്പിക്കുന്ന ചോദ്യം. കുറ്റപത്രത്തിൽ പ്രതിയാകാത്ത ഒരാളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ എങ്ങനെ ഒരു വിദേശ രാജ്യത്ത് നിന്ന് നാടുകടത്തും? പണ്ട് അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാർ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. തെളിവുകളില്ലാതെ ആരെയും പുറത്താക്കാൻ പല വിദേശ രാജ്യങ്ങളും തയ്യാറാകില്ല. അല്ലെങ്കിൽ രാജ്യരക്ഷ പോലെയുള്ള കേസുകളാകണം. രാഷ്ട്രീയ മാനങ്ങളുള്ള ചില കേസുകൾ ഉൾപ്പെടെ ഒട്ടേറെ അനാവശ്യ അപേക്ഷകൾ കേരളത്തിൽ നിന്ന് കിട്ടുന്നതായി CBI ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം ദുർബലമായ കേസുകൾ, അതും ഈ പ്രാരംഭഘട്ടത്തിൽ അനുവദിച്ച് കിട്ടാൻ എളുപ്പമല്ല. കൂടുതൽ ശക്തവും ശാസ്ത്രീയവുമായ തെളിവുകൾ വേണ്ടിവരുമെന്ന് ചുരുക്കം. പോലീസ് ആകട്ടെ അനിലിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. നിലവിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെല്ലാം നിലപാട് മാറ്റിയതും പോലീസിന് തലവേദനയായി. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടുമെന്നാണ് അന്വേഷണ സംഘം കരുതിയത്. കേസിന്റെ തുടക്കം മുതലേ പോലീസിന് വലിയ മീഡിയ ഹൈപ്പ് കിട്ടിയതിന്റെ ആവേശത്തിൽ ചില ഉദ്യോഗസ്ഥർ കൊലപാതകമെന്ന നിഗമനത്തിലെത്തുകയായിരുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. ഇതിനെതിരെ പോലീസിൽ തന്നെ അഭിപ്രായ ഭിന്നതകളുണ്ട്. കല സുഹൃത്തായ സൂരജിനൊപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ കൊല്ലം അടൂരിൽ നിന്ന് കാണാതായ നൌഷാദ് എന്നയാളെ ഭാര്യ കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ പോലീസ് വീട് കുഴിച്ചു പരിശോധിച്ചിരുന്നു. കൊലപ്പെടുത്തിയെന്ന് ഭാര്യ ഏറ്റുപറഞ്ഞിരുന്നു. മൃതദേഹം കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ നൌഷാദിനെ തൊടുപുഴയിൽ കണ്ടെത്തിയിരുന്നു. അത് കേരള പോലീസിന് വലിയ നാണക്കേടാണ് വരുത്തിവെച്ചത്. ഇത്തരം അനുഭവങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് ആലപ്പുഴ കേസിൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ലാതെ ഭർത്താവിനെ പ്രതിചേർക്കാനും വിദേശത്ത് നിന്ന് നാടുകടത്തി എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നത്. കേസിൽ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളതായി അറിയില്ല. കലയുടെ മൃതദേഹം അനിൽ വന്ന കാറിലുണ്ടെന്ന് പ്രദേശവാസിയായ ചായക്കടക്കാരൻ മൊഴി നൽകിയതും നിലവിൽ വിശ്വസിക്കാനാകില്ല. കാറിലിരുന്ന കല മരിച്ച നിലയിലാണോ എന്നതിന് തെളിവില്ല. സംഭവം നടന്നിട്ട് ഇത്രയും വർഷമായിട്ടും ചായക്കടക്കാരൻ ഇക്കാര്യം മറ്റാരോടും പറഞ്ഞതുമില്ല, പോലീസിനെയും അറിയിച്ചില്ല. ഇസ്രായേലിലുള്ള അനിലിനെ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഇയാൾ മൊബൈൽ നമ്പർ മാറ്റി. പുതിയ നമ്പറിൽ നിന്നാണ് വീട്ടുകാരുമായി ആശയവിനിമയം നടത്തുന്നത്. നമ്പർ മാറ്റിയത് തന്നെ ദുരൂഹമാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ ഇയാൾ അടുത്ത കാലത്തെങ്ങും നാട്ടിലേക്ക് വരാൻ സാധ്യതയില്ല. പോലീസിന് ഇയാളെ കൊണ്ടുവരാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ആലപ്പുഴ പോലീസിന്റെ റെഡ് കോർണർ നോട്ടീസുമായി ഇന്റർപോളിനെ സമീപിച്ചാൽ ഇന്ത്യക്ക് തന്നെ അത് നാണക്കേടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.